നിന്ന് നെല്ല് ഇനത്തിലായി, നെല്ലായി, അരിയായി സക്കാത്ത് വാങ്ങട്ടെ. ആ അരിയാക്കി മാറ്റിയത് മാത്രം ചോറാക്കി തിന്നാൻ അദ്ദേഹത്തിന് കഴിയില്ലല്ലോ. അതിലേക്ക് ഇറച്ചിയോ മീനോ കൂട്ടാനോ പപ്പടമോ വാങ്ങണ്ടേ? അത് നാണ്യ വിളകൾ വിറ്റ് കാശുണ്ടാക്കിയിട്ട് സക്കാത്ത് കൊടുക്കാൻ നിർബന്ധിതനായ ആൾ അതിനുള്ള കാശ് സക്കാത്തായി കൊടുക്കട്ടെ. അവ ചോറിനും കറിക്കുള്ള വകുപ്പായി. മനസ്സിലായില്ല? കാർഷിക വിള, ആ കാർഷിക വിളയിൽ ഭക്ഷ്യവിള, ആ ഭക്ഷ്യവിളയിൽ സക്കാത്തുണ്ട്. ആ ഭക്ഷ്യ സാധനം തന്നെ സക്കാത്തായി ആ കർഷകൻ ദരിദ്രർക്ക് നിസാബത്തിയാൽ കൊടുക്കണം. റബ്ബറും ഏലവും കുരുമുളകും അടക്കയും അതല്ല സക്കാത്തായി കൊടുക്കേണ്ടത്. അത് വിറ്റ് കിട്ടിയാൽ കിട്ടുന്ന കാശ്, അത് വിറ്റാൽ കിട്ടുന്ന കാശ്, അത് സക്കാത്തിന്റെ നിസാബത്തിയാൽ ആ കാശ് സക്കാത്തായി പാവപ്പെട്ടവന് കൊടുക്കണം. കർഷകനിൽ നിന്ന് കിട്ടിയ നെല്ല് അരിയാക്കി അതുകൊണ്ട് ചോറുണ്ടാക്കുകയും നാണ്യവിള വിറ്റ് കിട്ടുന്ന കാശിൽ നിന്ന് സക്കാത്ത് കിട്ടിയത് കൊണ്ട് കറിയും ഇറച്ചിമീനൊക്കെ വാങ്ങുകയും ചെയ്യട്ടെ. ഇതാണ് ശറഈന്റെ കാഴ്ചപ്പാട്. അതിനാൽ രണ്ട് വിധത്തിലും സക്കാത്തുണ്ട്. ഒന്ന് ആ സാധനത്തിനല്ല എന്നേ ഉള്ളൂ, അത് വിറ്റ് കിട്ടുന്ന കാശിനാണ്. മറ്റേത് ആ സാധനത്തിൽ തന്നെയാണ് സക്കാത്ത് എന്നേ ഉള്ളൂ. അത് ഭക്ഷ്യവിളയായതിനാൽ അതിന് തന്നെ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. അതിന്റെ കാശാക്കി മാറ്റിയതിന് ശേഷം സക്കാത്ത് എന്നല്ല. അങ്ങനെയാണെങ്കിൽ കാശ് തിന്നാൻ കഴിയില്ല, ദരിദ്രർക്കും ഇവിടെ ജീവിക്കാൻ കഴിയണം. അതുകൊണ്ടാണ് അങ്ങനെ അത് സാധനത്തിന് തന്നെ സക്കാത്ത് കൊടുക്കണമെന്ന് പറയുന്നത്. ഇതേപോലെയാണ് കൃഷിയുമായി ബന്ധപ്പെട്ട സക്കാത്തിനെ നാം മനസ്സിലാക്കേണ്ടത്. എന്നല്ലാതെ മുളച്ചു പൊന്തിയ എല്ലാ സാധനങ്ങൾക്കും സക്കാത്ത് എന്നല്ല. അടക്കക്ക് അടക്കയാണ് എന്ന നിലക്ക് സക്കാത്തില്ല. അതേപോലെ തേങ്ങക്ക് തേങ്ങയാണ് എന്ന നിലക്ക് സക്കാത്തില്ല. അത് വിറ്റ് കിട്ടുന്ന കാശ് അത് സക്കാത്തിന്റെ നിസാബെത്തിയാൽ അത് സക്കാത്ത് കൊടുക്കേണ്ടതാണ്. മൂന്നാമതായി നമുക്ക് ചിന്തിക്കാനുള്ളത് കച്ചവടത്തിന്റെ സക്കാത്താണ്. എല്ലാ ആളുകളും വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു മേഖലയാണ് കച്ചവടത്തിന്റെ സക്കാത്ത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ ഗൗരവതരമായി പറഞ്ഞൊരു മേഖലയുമാണ് കച്ചവടത്തിന്റെ സക്കാത്ത്. കച്ചവടത്തിന്റെ സക്കാത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് വലിയൊരു ടെക്സ്റ്റൈൽസിന്റെ ഉടമയോ വലിയൊരു ജ്വല്ലറിയുടെ ഉടമയോ വലിയ മറ്റേതെങ്കിലും കച്ചവടത്തിന്റെ ഉടമയോ ആകണമെന്നില്ല. ചെറിയൊരു പെട്ടിക്കട നടത്തുന്ന ഒരു കച്ചവടക്കാരനാണ്. ചെറിയൊരു പെട്ടിക്കട, അതില് മിഠായികളുണ്ട്, ജ്യൂസുകളുണ്ട്, കുറച്ച് വെള്ളങ്ങളൊക്കെ ഉണ്ട്, പിന്നെ അല്ലറ ചില്ലറ ചെറിയ സാധനങ്ങളുണ്ട്. ഒക്കെപ്പാടെ കൂടിയാൽ ഒരു 40,000 ഉറുപ്പ്യന്റെ മുതലുണ്ടാവും. 40,000 ഉറുപ്പ്യന്റെ മുതലുണ്ടാകാൻ അത്ര തോനൊന്നും വേണ്ട. ചെറിയൊരു പെട്ടിക്കട എന്ന് പറയണ്ട, ഒരു തക്കാളി പെട്ടിയിട്ട് കുത്തർന്നാലും മതി. അതിനും വേണ്ടി വരും, അതിലുള്ള സാധനങ്ങൾക്കും വേണ്ടി വരും 40,000 ഉറുപ്പ്യ. ഒരു മുഹറം 1 ചെറിയൊരു പെട്ടിക്കട ഒരാൾ തുടങ്ങി. അടുത്ത മുഹറം 1 അവന്റെ കടയിലുള്ള സാധനങ്ങൾ വിലക്കട്ടണം. വിലക്കെട്ടിയിട്ട് 595 ഗ്രാം വെള്ളിയുടെ മൂല്യത്തിനുള്ള മുതൽ ഇത് ഉണ്ട് എങ്കിൽ അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. 595 ഗ്രാം വെള്ളിക്ക് ഇപ്പൊ നമ്മൾ 30,000 ഉറുപ്പ്യ ഞങ്ങൾ കൂട്ടി. വെള്ളിക്ക് നിങ്ങൾ കൃത്യമായിട്ട് വില കണക്കൂട്ടണേ. 595 ഗ്രാം വെള്ളി ഒരു 25,000-30,000 രൂപന്റെ ഇടയിലേ വരും. ഇവന്റെ ചെറിയൊരു പെട്ടിക്കടയിൽ 30,000 രൂപയുടെ മുതൽ കൊല്ലം തികഞ്ഞു ഉണ്ടെങ്കിൽ അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. 30 കോടിയുടെ ചരക്കുണ്ടെങ്കിൽ, 30 ലക്ഷത്തിന്റെ ചരക്കുണ്ടെങ്കിൽ അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. കടണ്ടെങ്കിലോ ഉസ്താദേ എന്നാണ് പിന്നെ അവർ ചോദിക്കാറ്. കടണ്ടെങ്കിലോ? കച്ചവടത്തിന്റെ സക്കാത്തിന് കടം തടസ്സമല്ല. കടമുണ്ടെങ്കിലും അവൻ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാ. വലിയൊരു ടെക്സ്റ്റൈൽസ് ഉദാഹരണം പറയുകയാ. മുഹറം 1 അവൻ ടെക്സ്റ്റൈൽസ് തുടങ്ങി. 50 ലക്ഷം രൂപയുടെ മുടക്കുമുതലാണ് ആ ടെക്സ്റ്റൈൽസിനുള്ളത്. വിൽപ്പന ചരക്കിനാണ് വില കിട്ടേണ്ടത് എന്നല്ലാതെ അതിന്റെ ഫർണിച്ചറിനല്ല. ഫർണിച്ചർ വിൽപ്പനക്കുള്ളതല്ല. ഇന്ന് വലിയൊരു ടെക്സ്റ്റൈൽസ് അതിന്റെ ഫർണിച്ചറും അതിന്റെ സംവിധാനങ്ങളും ലക്ഷക്കണക്കിന് രൂപ മുതൽ മുടക്കിയാണ് ഉണ്ടാക്കുന്നത്. അതിന് സക്കാത്തില്ല. അതിൽ വിൽപ്പന ചരക്ക് അർദു തിജാറ, വിൽപ്പന ചരക്കായി ഉപയോഗിക്കപ്പെടുന്ന സാധനങ്ങള്, വക്കപ്പെട്ട സാധനങ്ങള് 50 ലക്ഷത്തിന്റെ വിൽപ്പന ചരക്കാണ് ആ ടെക്സ്റ്റൈൽസിലുള്ളത് എന്ന് സങ്കല്പിക്കുക. മുഹറം 1 50 ലക്ഷം ഉറുപ്പ്യന്റെ സാധനം അതിലവൻ ഇറക്കി.
അടുത്ത മുഹറം 1 അന്നോ ആ കച്ചവട ചരക്ക് നാം കണക്ക് കൂട്ടിയാൽ എത്ര ലക്ഷത്തിനുണ്ടെന്ന് നോക്കണം. നോക്കുമ്പോ 60 ലക്ഷത്തിന്റെ മുതലയിലുണ്ട്. എന്താ? 2 ആഴ്ച മുമ്പ് വീണ്ടും വലിയ ചരക്കിറക്കിയിരുന്നു. 2 ആഴ്ച മുമ്പ് വീണ്ടും ഗുജറാത്തിൽ നിന്ന് വലിയ തുണിക്കെട്ടുകളിൽ ഇറക്കിയിട്ടുണ്ട്. അടുത്ത മുഹറം 1 അന്ന് കണക്ക് കൂട്ടുന്ന സമയത്ത് ഈ തുണിക്കെട്ടുകൾക്ക് 10 ദിവസമേ ആയിട്ടുള്ളൂ. കൊല്ലം തേണ്ട ഉസ്താദേ, കച്ചവടം തുടങ്ങിയിട്ട് കൊല്ലം തേഞ്ഞാൽ മതി, ഓരോ സാധനത്തിനും കൊല്ലം തേണ്ട. അപ്പൊ ഈ അടുത്ത മുഹറം 1 അന്ന് കണക്ക് കൂട്ടുന്ന അവസരത്തിൽ മൊത്തം 60 ലക്ഷം റുപ്യ മുതലുണ്ടെങ്കിൽ 60ന്റെ 2.5% സക്കാത്ത് കൊടുക്കണം. പിന്നെ അവിടെ ഉള്ളത് ഉസ്താദേ, ഇത് കഴിഞ്ഞ ആഴ്ചയാണ് 5 ലക്ഷത്തിന്റെ ഇറക്കിയത്. ആ 5 ലക്ഷം റുപ്യ ഇന്നാലിന്ന കമ്പനിയിൽ കടാണ്. അതിനു മുമ്പ് ഒരു 20 ലക്ഷത്തിന്റെ ഇറക്കിയിട്ടുണ്ട്, അതിലൊരു 15 ലക്ഷം കടാണ്. ആ കടക്കപ്പാടെ മാറ്റി നിർത്തിയാൽ ഇതാകെ ഒരു 20 ലക്ഷത്തിന്റെ മുതലേ ഉണ്ടാവൂ. അപ്പൊ 20 ലക്ഷത്തിന്റെ മുതലിന്റെ സക്കാത്ത് കൊടുത്താൽ പോരെ? സംശയം മനസ്സിലായില്ലേ? കടങ്ങളെക്കാണ് മാറ്റി നിർത്തിയാൽ ഇതാകെ ഒരു 20 ലക്ഷത്തിന്റെ മുതലേ ഉണ്ടാകൂ. എന്നാൽ 20 ലക്ഷത്തിന്റെ സക്കാത്ത് കൊടുത്താൽ പോരെ? പോരാ. അപ്പൊ ഈ കടത്തിനും കൂടി സക്കാത്ത് കൊടുക്കേ? ആരെ കൊല്ലം തയ്യുന്ന സമയത്തും കടായി നിൽക്കാൻ പറഞ്ഞ്? ശറഈന്റെ കാഴ്ചപ്പാട് കൊല്ലത്തിൽ ഒരിക്കൽ പൂർണ്ണമായി കടത്തിൽ നിന്ന് മുക്തമായി അവൻ ഒന്ന് ശുദ്ധി വരേണ്ടതുണ്ട്. കടത്തിന് സക്കാത്ത് കൊടുക്കാതെ രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ ഈ കച്ചവടം തുടങ്ങി അടുത്ത കൊല്ലം അതേ ദിവസമാകുന്നതിന് മുമ്പ് ആ കട ഇടപാടുകളൊക്കെ തീർത്തൊന്ന് ക്ലിയറായി നിൽക്കുക. മരിച്ചുപോകാനുള്ള മനുഷ്യനാ, എന്നും കടം പോലെ നടക്കുക. ഇവിടെ കാലാകാലം ജീവിക്കാനുള്ള ആളാ. അതുകൊണ്ട് കച്ചവടത്തിൽ സക്കാത്ത് കടം തടസ്സമല്ല. ബുദ്ധിയുള്ള, ആലോചിക്കുന്ന, ഈമാനുള്ള ആളാണ് എങ്കിൽ കച്ചവടത്തിന് കൊല്ലം തികയുന്ന സമയമാകുമ്പോഴൊക്കെ കടങ്ങളൊക്കെ വീട്ടി ക്ലിയറാക്കുക. ആ സമയത്തിന്റെ മുമ്പ് ചരക്കുകൾ ഇറക്കാതിരിക്കുക, കടത്തിന്റെ ചരക്കുകൾ ഇറക്കാതിരിക്കുക. അടുത്ത മുഹറം 1 ദുൽഹിജ്ജ ആയി വെക്കുമ്പോൾ വലിയൊരുനാളിന്റെ കച്ചവടം കഴിഞ്ഞതിന് ശേഷം ആ കച്ചവടം ടെക്സ്റ്റൈൽസിലൊക്കെ കാര്യമായിട്ട് വസ്ത്രങ്ങളില്ല. എന്താ? ഇപ്പൊ ഉള്ളതിന്റെ കാശിനുള്ളതാ. ഇനിയിപ്പോ കടമായിട്ട് ഇറക്കണം. അതിപ്പോ അടുത്ത മുഹറം 1 കഴിഞ്ഞോട്ടെ എന്ന് വെക്കുക. എന്താ? അടുത്ത മുഹറം 1 കച്ചവടം തുടങ്ങിയ കൊല്ലം തേന ദിവസമാണ്. ആ മുഹറം 1 എന്താണോ ടെക്സ്റ്റൈൽസ് ഉള്ളത് അതിന്റെ വില കണക്കാക്കിയിട്ടാണ് സക്കാത്ത് കൊടുക്കേണ്ടതെന്ന് ഉസ്താദ് പറഞ്ഞത്. കടത്തിന് സാധനം ഇറക്കിയ അതിന്റെ വിലയും കൂടിയും കണക്കൂട്ടിയിട്ട് അതിന് സക്കാത്ത് കൊടുക്കേണ്ടി വരും. അങ്ങനെ കടം വാങ്ങിയിട്ട് ഇപ്പൊ സക്കാത്ത് കൊടുക്കാനാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ സാധനം കടത്തിന് ഇറക്കാത്തത്. ഉള്ള മുതലൊക്കെ എന്റെ സ്വന്തം ഉടമയിലുള്ള എന്റെ സ്വന്തം കാശിന്റെ മുതലാണ്. അതിന്റെ സക്കാത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാ മുഹറം 1 കഴിഞ്ഞോട്ടെ സാധനം ഇറക്കാന്ന് ഞാൻ വെച്ചത് എന്ന് നോക്കണം. ഓ സൂക്ഷ്മതയുള്ള ആളാ. കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും അവൻ കടം വീട്ടി അതിൽ നിന്ന് മുക്തനായി കഴിഞ്ഞു കൂടണം എന്നതാണ് ശറഈന്റെ നിയമം. അങ്ങനെ ഈ മേഖലകളിലൊക്കെയും സക്കാത്ത് കൊടുക്കാൻ നിർബന്ധിതരായ ആളുകൾ നമുക്കിടയിലുണ്ട്. ആ ആളുകൾ പലപ്പോഴും ചെയ്യാറെന്താ? നോമ്പായാൽ ആരെങ്കിലൊക്കെ കാണുമ്പോ 20 ഉറുപ്പിക കൊടുക്കും, 50 ഉറുപ്പിക കൊടുക്കും. 27-ആയാൽ കുറച്ചധികം ചില്ലറക്കാശ് സ്വരൂപിച്ചിട്ട് ആരൊക്കെയാണോ വീട്ടുപടിക്കൽ വന്ന് യാചിക്കാൻ എത്തുന്നത് അവർക്ക് എന്തെങ്കിലുമൊക്കെ ചില്ലറക്കായി കൊടുക്കും. അവന്റെ സക്കാത്ത് തീർക്കും. പുല്ലിൽ ചിന്തിയ തവിട് പോലെ അത് ആർക്കും ഉപകരിക്കാത്ത അവസ്ഥയിൽ അങ്ങ് നഷ്ടപ്പെടലാണ് പതിവ്. ഇതിന് ഒരു ഏകീകരണ സ്വഭാവമുണ്ടാക്കാൻ നമുക്ക് കഴിയാം. സംഘടിതമായി നാം ഈ വിഷയത്തിൽ എന്തെങ്കിലും ചെയ്താൽ അത് വല്ലാത്ത ഉപകാരമാകുമെന്നത് വളരെ ഗൗരവമായി ഈ കാലത്ത് നാം ചിന്തിക്കേണ്ടതാണ്. സംഘടിതമായി നമുക്ക് ഈ കാലത്ത് നൽകാൻ കഴിയുമല്ലോ. സക്കാത്തിന്റെ അവകാശികൾ, പാവപ്പെട്ട ആളുകൾ, ജീവിതത്തിന് വഴിമുട്ടി കഴിഞ്ഞുകൂടുന്ന ആളുകൾ നമുക്കിടയിൽ എമ്പാടുമുണ്ട്. അത്തരം ആളുകളെ കണ്ടെത്തി അവർക്ക് വേണ്ട ഒത്താശകളും സൗകര്യങ്ങളും ചെയ്യേണ്ട ബാധ്യത നമുക്കുണ്ട്. സക്കാത്ത് വിതരണം 3 വിധത്തിലാണ് ഉള്ളത്. സക്കാത്ത് വിതരണം 3 വിധത്തിലാണ്. ഒന്ന്, മുസ്ലിം ഭരണാധിപൻ ഉള്ള സമയത്ത് ആ ഭരണാധികാരി അതിന് നിശ്ചയിക്കപ്പെട്ട ആമിലീൻ, അതിന് ഉദ്യോഗസ്ഥന്മാരുണ്ടാവും. അവർ സക്കാത്തിന്റെ അവകാശികളെ, സക്കാത്ത് കൊടുക്കാൻ അർഹതപ്പെട്ട മുതലാളിമാരെ കണ്ടെത്തി സക്കാത്ത് ആവശ്യപ്പെടും. അവരുടെ കയ്യിൽ കൊടുത്തേൽപ്പിക്കുക. അത് അവർ അവകാശികൾക്ക് കൊടുത്തോ കൊടുത്തില്ലേ അതൊന്നും ഇനി ഇവൻ അറിയേണ്ടതില്ല. ഭരണാധിപൻ വിട്ട ആമിലീങ്ങൾക്ക് കൊടുത്തുവിട്ടാൽ ഇവന്റെ ബാധ്യത തീരുന്നതാണ് എന്ന്.
ഇതിന് അധികാരം ഭരണാധിപന് മാത്രമേ ഉള്ളൂ. ഒക്കെയും ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ നമുക്ക് മനസ്സിലാക്കണം. അത് ഇസ്ലാമിക ഭരണാധിപന് മാത്രമേ അതിനുള്ള അധികാരമുള്ളൂ. ഏതെങ്കിലും പള്ളിയിൽ ഒരു ഇമാം, ആ ഇമാം വിചാരിക്കുകയാണ്, ഞാൻ തന്നെ ഈ പള്ളിയിലെ ഖാദിയാര്, ഇവിടുത്തെ ഭരണാധിപൻ ഞാൻ തന്നെ, അതുകൊണ്ട് ഞാൻ അങ്ങ് നടപ്പിലാക്കട്ടെ, ഞാൻ വിടുന്ന ജോലിക്കാരുടെ കയ്യിൽ അവൻ സക്കാത്ത് കൊടുത്തു വിടട്ടെ എന്ന് തീരുമാനമെടുക്കാൻ അവന് അധികാരം ഇല്ല. ശറഇൽ തന്നെ ഇല്ല. കട്ടവന്റെ കൈ മുറിക്കാൻ ഇസ്ലാമിക ഭരണകൂടത്തിന് അധികാരമുണ്ട്. പള്ളിയിലെ ഖാദിയാർക്ക് അധികാരമുണ്ടോ? ഒന്ന് മുറിച്ചു നോക്കണം, വിവരം അറിയും. വ്യഭിചരിച്ചവൻ, അവൻ കുട്ടികളും മക്കളും വിവാഹിതനാണ് എങ്കിൽ അവനെ എറിഞ്ഞു കൊല്ലണം എന്ന നിയമം ഒരു പള്ളിയിലെ ഖാദിയായി തീരുമാനിച്ചു. കമ്മിറ്റിക്കാരുടെ സപ്പോർട്ടോടുകൂടെ നമ്മുടെ മഹല്ലിൽ ആരെങ്കിലും വ്യഭിചരിക്കുകയാണെങ്കിൽ അവരെ പിടിച്ച് എറിഞ്ഞു കൊല്ലണം. ഏറെന്റെ തലേക്കൊന്ന് കൊടുത്തു നോക്കട്ടെ, വിവരം അറിയും. ഇന്ത്യ നിയമപ്രകാരം ആ ഖാദിയെ പിടികൂടും. കട്ടവന്റെ കൈമുറിക്കാനോ വ്യഭിചരിച്ചവനെ കല്ലെറിഞ്ഞ് കൊല്ലാനോ ഉള്ള അധികാരം ഒരു ഖാദിക്കും ഇന്ത്യ ഗവൺമെന്റിന്റെ നിയമപ്രകാരം ഇല്ല. അള്ളാന്റെ നിയമപ്രകാരം ഉണ്ടോ? അതുമില്ല. കാരണം ഈ രാജ്യത്ത് കഴിഞ്ഞുകൂടുന്ന ഈ മഹല്ലിലെ ഒരു ഖാദി എന്ന നിലയിൽ താങ്കൾക്കൊരു ഭരണകൂടത്തിന്റെ പിൻബലമില്ലാത്തതിനാൽ ഈ വയ്യ വേലക്ക് നിങ്ങൾ പോകാൻ പാടില്ല എന്ന അള്ളാന്റെ നിയമം. അള്ളാന്റെ നിയമം. ഈ ന്യൂനപക്ഷ സമുദായത്തിൽ ഇങ്ങനെ ഒരു വിപ്ലവകരമായ പ്രവർത്തനങ്ങൾ ഉണ്ടാക്കി വെളുക്കാൻ തേച്ചത് പാണ്ടാക്കാൻ നിങ്ങൾ പോയത് എന്തിന് എന്ന് പടച്ചോൻ ചോദിക്കും. അപ്പൊ കട്ടോന്റെ കൈമുറിക്കണം എന്നല്ലേ പടച്ചോനെ നിയമം? അത് ഞാൻ ഖാദിയാരെ ഇപ്പൊ നടപ്പിലാക്കിയതാണ് എന്ന് നാളെ മനസ്സിലെന്ന് അള്ളഹാനോട് പറഞ്ഞാൽ പോരെ? അതിന് ആരെ മുജാരെ അന്വേൽപ്പിച്ചത്? അതിന് മുസ്ലിം ഭരണാധിപൻ വേണ്ടേ എന്ന് പടച്ചോൻ തിരിച്ചു ചോദിക്കും. അത് മൂല്യർക്കുള്ള അധികാരമല്ല. അതിനാൽ ഭരണകൂട സംവിധാന പ്രകാരം മാത്രമേ ആ ആമിൽ സക്കാത്ത് പിരിവുകാർ എന്ന് പറയുന്ന വിഭാഗമുള്ളൂ. അതില്ലാത്തതിനാൽ സക്കാത്ത് വിതരണത്തിന്റെ ഒന്നാം മാർഗം നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കാവതല്ല. രണ്ടാമത്തെ നിയമം, സക്കാത്തിന്റെ ഉടമ നേരിട്ട് അവകാശികൾക്ക് നൽകുക. അത് സർവ്വസാധാരണ നമുക്ക് ചെയ്യാവുന്നതാണ്. വത്തഫരീഖു ബിനഫ്സിഹി ഔലാ മിന തൗഖീൽ, മറ്റൊരാളെ ഏൽപ്പിക്കുന്നതിനേക്കാൾ ഏറെ നല്ലതും ഇവൻ തന്നെ സ്വയം വിതരണം ചെയ്യല. അങ്ങനെയുള്ളതാണ് രണ്ടാം രൂപ. മൂന്നാമത്തേത് വക്കാലത്താക്കുക. വക്കാലത്താക്കുക, ഒരാളുടെ സക്കാത്തിന്റെ മുതൽ മറ്റൊരാളെ അവൻ ഏൽപ്പിക്കുക. ആ ആൾ അവകാശികളെ നേരിട്ട് കണ്ടെത്തി അവൻ വിതരണം ചെയ്യുക. അതിന് 4 നിബന്ധനയുണ്ട്. ഒന്ന്, വക്കാലത്തിന്റെ ലഫ്ള് വേണം. വയുസ്തറത്തു മിനൽ മുഅക്കിലി ലഫ്ളുൻ വലൗ കിതാബത്തൻ യഖ്തദീ ലില്ലാഹു കവക്കൽതുക ഫീ ഖദാ ഔ ഫവ്വൽതുഹു ഇലൈക ഔ അൻത വക്കീലുൻ ഫീഹി. ഇതല്ലമ നബി റളിയല്ലാഹു അൻഹു തന്റെ ശറഹ് മുഹദ്ദബിൽ 14-ാം വള്യം 104-ാം പേജിൽ പറയുന്നുണ്ട്. വക്കാലത്തിന് ലഫ്ള് വേണം, നിയ്യത്ത് പോരാ. എല്ലാ ഇടപാടുകളുടെയും നിയമം. ഇപ്പൊ ഒരു ചെറുപ്പക്കാരനെ കിട്ടി, എന്റെ മോളെ കെട്ടിച്ചു കൊടുക്കാൻ പറ്റുന്ന, മരുമകനാക്കാൻ പറ്റുന്ന ആളാണ് എന്ന് ഒരു ഉപ്പാക്ക് ബോധ്യായി. അവനോട് ആ വിഷയം അന്വേഷിച്ചപ്പോ ഞങ്ങൾ മോളെ കെട്ടിക്കോളാം എന്നുമായി. എന്നെ മോളെ എനിക്ക് കെട്ടിച്ചു തന്നു എന്ന് ശറഇന്റെ നിയമപ്രകാരമുള്ള വാചകം അങ്ങ് പറയണം. ഞാൻ അവളുടെ നിക്കാഹ് താങ്കളിൽ നിന്ന് സ്വീകരിച്ചു എന്ന കബൂല് അവരിൽ നിന്നുണ്ടാകണം. അങ്ങോട്ടും ഇങ്ങോട്ടും എന്റെ മോളും ഓനും തമ്മിൽ ഭാര്യ ഭർത്താവായിട്ട് കഴിഞ്ഞുകൂടിക്കോട്ടെ എന്ന് വിചാരിച്ച് ഒപ്പം റൂമക്കാണ്ടാക്കിയാൽ ഭാര്യ ഭർത്താവോ? ഇല്ല. വധുവരന്മാരാകോ? ഇല്ല. അതിന് ഈജാബ് കബൂൽ എന്ന് പറയുന്ന വാചകങ്ങൾ വേണം. വാചകങ്ങൾ വേണം. നേരെ മറിച്ച് നമ്മുടെ വീട്ടുപടിക്കൽ ഒരു യാചകൻ വന്നു. ആ യാചകൻ വന്നിട്ട് കയ്യാട്ടി. അയാൾ ചോദിച്ചിട്ടില്ല, കയ്യാട്ടി. നമ്മൾ അദ്ദേഹത്തോട് മിണ്ടാതെ കീശയിലുള്ള ഒരു 500 റുപ്യ അയാളുടെ കയ്യിലെടുത്തു കൊടുത്തു. അയാൾ അതേറ്റം പോയി. ആ 500 റുപ്യ അയാളുടെ ഉടമയിലായോ? ആയി. ദാനം ചെയ്യാൻ വാചകം വേണ്ട. ഇത് അവന് ഞാൻ ഉടമയാക്കി കൊടുക്കാണ് എന്നൊരു നിയ്യത്ത് മനസ്സിലുണ്ടായാൽ മതി. സ്വതക്ക ചെയ്യാൻ ലഫ്ള് വേണ്ട. നേരെ മറിച്ച് സക്കാത്തിന്റെ കാശാണ് ഈ കൊടുത്തേൽപ്പിക്കുന്നത് എങ്കിൽ
ഇതെന്റെ സക്കാത്തിന്റെ കാശാണ്, ഞാൻ എന്നെ വക്കാലത്താക്കുകയാണ്, ഇത് അവകാശനെ കണ്ടെത്തി കൊടുക്കാൻ ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ് എന്നവനോട് വാക്കാൽ പറയണം. പറഞ്ഞാലേ വക്കാലത്താകൂ. അപ്പൊ സക്കാത്ത് കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ആ കമ്മിറ്റി നമ്മുടെ വീട്ടിൽ വന്നു, നമ്മുടെ അരികിൽ വന്നു. നിങ്ങളെ സക്കാത്ത് കാട്ടിയാണ് എന്ന് പറഞ്ഞു. ശരിക്കും ശ്രദ്ധിക്കണം ഞാൻ പറയുന്ന മസ്അല. നിങ്ങളുടെ സക്കാത്ത്, നിങ്ങൾ ടെക്സ്റ്റൈൽസിന്റെ ഉടമയല്ലേ, ഇന്നാലിന്റെ ബിസിനസ്സുകാരനല്ലേ, ഇന്നാലിന്റെ ഷോപ്പിംഗ് കോംപ്ലക്സിൽ നിന്ന് ഇഷ്ടം പോലെ വരുമാനം നിങ്ങൾക്കില്ലേ, ആ കാശിന്റെ ഒക്കെ 2.5% സക്കാത്തുണ്ടല്ലോ, ലക്ഷങ്ങൾ സക്കാത്തായി കൊടുക്കാനുണ്ടല്ലോ, നിങ്ങൾ സക്കാത്ത് തന്നാട്ടെ. ഇയാൾ സക്കാത്ത് ഇനത്തിൽപ്പെട്ട ഒരു 10,000 റുപ്യ അവരെടുത്ത് കൊടുത്തു. അവർ ആ പൈസയിട്ട് പോയി. വേറെ പലരിൽ നിന്നും സക്കാത്ത് ഇനത്തിൽ കുറെ കാശ് വാങ്ങി. അതൊക്കെ സ്വരൂപിച്ചിട്ട് ആ കമ്മിറ്റി യഥാർത്ഥ അവകാശികൾക്ക് കൊണ്ടേ കൊടുത്തു. ഇത് സക്കാത്തായി പരിഗണിക്കപ്പെടുമോ? ഇല്ല. എന്തുകൊണ്ടില്ല? എന്തുകൊണ്ട് സക്കാത്തായിട്ട് പരിഗണിക്കില്ല? ഇത് സക്കാത്ത് വിതരണത്തിന്റെ 3 ഇനത്തിൽപ്പെട്ട ഒരു ഇനത്തിലും പെടില്ല. ഒന്നാമത്തെ ഇനം ഭരണാധിപൻ വിടുന്ന സക്കാത്ത് ജോലിക്കാർ, അവരാണോ ഈ കമ്മിറ്റി? അല്ല. രണ്ടാമത്തെ വകുപ്പ് നേരിട്ട് സക്കാത്തിന്റെ അവകാശിക്ക് കൊടുക്കുക, അതല്ലല്ലോ ഇവിടെ. ഇത് സക്കാത്തിന്റെ അവകാശിക്കല്ലല്ലോ കൊടുത്തത്, കമ്മിറ്റി മെമ്പർമാർക്കാണല്ലോ കൊടുത്തത്. അഥവാ ഇവനല്ല സക്കാത്തിന്റെ അവകാശി, സക്കാത്തിന്റെ അവകാശികൾക്ക് ഇവർ സ്വരൂപിച്ച് കൊടുക്കണം. അവ സ്വന്തം സക്കാത്തിന്റെ അവകാശികൾക്ക് കൊടുക്കലല്ല. മൂന്നാമത്തത് വക്കാലത്താണ്. ആ ഇനത്തിലാണോ ഇത്? വക്കാലത്താണെങ്കിൽ പദം വേണം. ഇത് അവകാശിക്ക് കൊടുക്കാൻ ഞാൻ നിന്നെ വക്കാലത്താക്കി എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് പറ്റില്ല. പള്ളിയിൽ ഒരാള് മോളെ കെട്ടിക്കാൻ വേണ്ടി ഉസ്താദിന്റെ മുന്നിൽ വന്നു. ആളും പോളൊക്കെ ആരാ വലിയ പുതിയാപ്പിള വന്നിരുന്നു. ശരിക്ക് പറയണം, മനസ്സിലാക്കണം. പുതിയാപ്പിള വന്നിരുന്നു. പുതിയാപ്പിള വന്ന് കബൂൽ ചെയ്യാനിരുന്നു. അപ്പോ ഒരാൾ പ്രായം ചെന്ന ഒരാൾ വന്നിരുന്നു. നിങ്ങളാരാ? നിങ്ങൾ ഈ കുട്ടീന്റെ ആരാ? ഞാൻ എന്റെ കുട്ടിന്റെ വാപ്പയാണ്. ആ, കുട്ടിന്റെ വലിയാണ്. കുട്ടിന്റെ വലിയാണ്. അതുകൊണ്ട് ഈ കുട്ടിയെ നിക്കാഹ് ചെയ്തു കൊടുക്കാൻ അധികാരമുള്ള ആളാ. സവയത്തുക്ക് വാൻകാത്തുക എന്ന് ഉസ്താദായൊക്കെ ചൊല്ലിക്കൊടുക്കും. ഒരാൾ അവിടെ തലകെട്ട് കൊട്ടി വന്നിരുന്നു. നിങ്ങൾ ഈ കുട്ടിന്റെ ആരാ? ഞാൻ ആരുമല്ല. പിന്നെ ഞാൻ റോട്ടിൽ കൂടെ പോകാനാ, അപ്പൊ എന്നോട് കയറി കുത്തന്ന. അയാൾക്ക് ഈ കുട്ടിനെ കെട്ടിക്കാനുള്ള അധികാരമുണ്ടോ? അയാൾക്ക് ഈ കുട്ടിനെ കെട്ടിക്കാനുള്ള അധികാരമുണ്ടോ? ഇല്ല. നേരെ മറിച്ച് റോട്ടിൽ കൂടെ പോകുന്ന അയാളെ ബാപ്പ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കിപ്പോ പള്ളിയേക്ക് മോളെ നിക്കാഹിന്റെ വാചകം ചൊല്ലിക്കൊടുക്കാനാണ്ട് പോകാൻ പ്രയാസമുണ്ട്, എന്റെ മോളെ കെട്ടിക്കാൻ ഞാൻ നിങ്ങളെ വക്കാലത്താക്കിയിട്ടോ പറഞ്ഞു. പരിചയമില്ലാത്ത റോട്ടിൽ കൂടെ പോണ ഒരാള് എന്റെ മോളെ കെട്ടിക്കാൻ ഞാൻ നിങ്ങളെ വക്കാലത്താക്കിയിട്ടോ പറഞ്ഞു. ആ, ഞാനത് സ്വീകരിച്ചു പറഞ്ഞു. ഇയാൾ വന്നിരുന്നു. നിങ്ങളാരാ? ഞാൻ റോട്ടിൽ കൂടെ പോണ്ട ഒരാളാ. ഈ കുട്ടിന്റെ ആരാ? ഒരാളുമല്ല, ഒരു അന്യാളാ. പിന്നെ എന്താ നിങ്ങൾ വന്നിരുന്നത്? അതെ, കുട്ടിന്റെ വാപ്പ കുട്ടിനെ കെട്ടിക്കാൻ എന്നെ വക്കാലത്താക്കിയത്. ഇപ്പൊ ഇയാൾക്ക് അധികാരമുണ്ടായി. എന്തുകൊണ്ട് അധികാരമുണ്ടായി? ഞാൻ നിങ്ങളെ എന്റെ മോളെ കെട്ടിക്കാൻ വക്കാലത്താക്കി എന്ന് പറഞ്ഞതിനാൽ അധികാരമുണ്ടായി. എന്നതുപോലെ എന്റെ സ്വത്തിത ഞാൻ നിന്നെ വക്കാലത്താക്കി ഇതിന്റെ അവകാശികൾക്ക് കൊടുക്കാൻ എന്ന് പറഞ്ഞാൽ അവൻ വക്കീലായി. ഇനി അവന് മുസ്തഹിഖീങ്ങൾ അവകാശികളെ കണ്ടത് കൊടുത്താൽ സക്കാത്തായി പരിഗണിക്കപ്പെടും. ആ ഉപ്പ ഈ റോട്ടിലൂടെ പോകുന്ന ആളെ പിടിച്ച് വക്കാലത്താക്കാതെ ഇവിടെ വന്നിരുന്നു. അയാൾ ഇങ്ങനെ സവയത്തുക്ക് വാൻകാത്തുക്ക എന്ന് പറഞ്ഞ് കെട്ടിച്ചെടുത്താൽ ആ കെട്ടിക്കൽ ശരിയാകുമോ? ഇല്ല. ഒരു ലഘുവായ വാക്ക്, ഒരു പൊഴിവാക്ക് പറഞ്ഞു എന്നല്ലാതെ അതുകൊണ്ട് ആ നിക്കാഹ് ശരിയല്ല. കാരണം വക്കാലത്ത് എന്ന സംഗതി നടക്കാത്തതുകൊണ്ട്. എന്നതുപോലെ 10,000 രൂപ ഇയാളെ കേശെന്ന് കമ്മിറ്റിന്റെ അടുത്ത് കൊടുത്താൽ അങ്ങോട്ട് പോയി എന്നല്ലാതെ സക്കാത്ത് ഇനത്തിൽ പെടില്ല. സക്കാത്താകണമെങ്കിൽ വക്കീലിനടുത്ത് കൊടുക്കണം. വക്കീലാകണമെങ്കിൽ വക്കാലത്തിന്റെ പദം വേണം. രണ്ടാമത്, വക്കീൽ ആര് എന്ന് വ്യക്തമാക്കണം. വയുസ്തറത്ത് ഫിൽ വക്കീലി അയ്ളൻ തഈനുഹു വയുസ്തറത്ത് ഫിൽ വക്കീലി അയ്ളൻ തഈനുഹു വലൗ ഖാല ലി ഇസ്നൈനി വക്കൽതു അഹദകുമാ ലം യസിഹ. രണ്ടാളുടെ നിങ്ങളിൽപ്പെട്ട ഒരാളെ ഞാൻ വക്കാലത്താക്കി. നിങ്ങളിൽപ്പെട്ട ഒരാളെ ഞാൻ വക്കാലത്താക്കി. ആര് എന്ന് ക്ലിപ്തമാക്കിയില്ല. ആ വക്കാലത്ത് ശരിയല്ല. ആ വക്കാലത്ത് ശരിയല്ല. വക്കീല് ആര് എന്ന് ക്ലിപ്തമാകണം, നിർണയിക്കപ്പെടണം. നിങ്ങളെ എന്ന് പറഞ്ഞ ഒരാളെ നിർണയിക്കണം. മൂന്നാമത്തെ നിയമം അവകാശികൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പാകണം.
ഞാൻ കൊടുത്ത സക്കാത്തിന്റെ 10,000 രൂപ അതിന്റെ മുസ്തഹിക്കീങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് ഉറപ്പാകണം. മുസ്തഹിക്കീങ്ങളാരാ? 8 കൂട്ടരാണ്. ആ 8 കൂട്ടർക്ക് തന്നെ അത് നൽകണം. അത് ബിൽഡിംഗ് നിർമ്മാണ യതീംഖാന ഉണ്ടാക്കാൻ കൊടുക്കാൻ പാടില്ല, പാല നിർമ്മാണത്തിന് വേണ്ടി കൊടുക്കാൻ പാടില്ല, ബിൽഡിംഗ് നിർമ്മാണത്തിന് വേണ്ടി കൊടുക്കാൻ പാടില്ല. അതൊന്നും സക്കാത്തിന്റെ 8 കൂട്ടരിൽപ്പെട്ട ആളുകളല്ല. പത്ര നിർമ്മാണത്തിന് വേണ്ടി കൊടുക്കാൻ പാടില്ല, യതീംഖാനയോ അറബി കോളേജോ ഉണ്ടാക്കാൻ പാടില്ല, ചാനലുകളുടെ നിർമ്മാണത്തിന് വേണ്ടി ഉണ്ടാക്കാൻ പാടില്ല, കൊടുക്കാൻ പാടില്ല. കാരണം എന്താ? അത് ഈ സക്കാത്തിന്റെ 8 അവകാശികളിൽപ്പെട്ട ഒരു അവകാശികളല്ല. 8 അവകാശികൾ പ്രത്യേകമായി എണ്ണിയിട്ടുണ്ട്. അവരാണ് അവകാശികൾ. ആ അവകാശികൾക്ക് തന്നെ ഞാൻ കൊടുത്ത സക്കാത്ത് ഈ വക്കീൽ കൊടുക്കുമെന്ന ഉറപ്പ് വേണം. കളിയാ ഇതിന് ഇബാദത്താ. അതായത് തുടക്കത്തിലേ പറഞ്ഞു ഇബാദത്താ. ഇബാദത്തിന് ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ പാലിച്ചുകൊണ്ടാകണം. ജീവകാരുണ്യ പ്രവർത്തനം എന്ന് മാത്രമല്ല. നിസ്കാരം എന്നുള്ള വ്യായാമം എന്നല്ല, ഇബാദത്താ. സക്കാത്ത് എന്നുള്ള ജീവകാരുണ്യ പ്രവർത്തനം എന്നതല്ല, ആരാധനയും. ആ ആരാധനക്ക് പിന്നിൽ ഇങ്ങേപ്പുറത്ത് സഹായങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും വന്നു ചേരണം. നിസ്കാരത്തിന്റെ പിന്നിൽ വ്യായാമം വന്നു ചേരുന്നത് പോലെ. അത് മാത്രമല്ല ഹിക്മത്ത് എന്ന് നാം മനസ്സിലാക്കും. അതുകൊണ്ട് 3ാമത്തെ നിയമം ഇത് അവകാശികൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കണം. 4ാമത്തേത് വക്കീൽ വിതരണത്തിന് മറ്റൊരാളെ ഏൽപ്പിക്കുകയാണ് എങ്കിൽ ആദ്യം കൊടുത്ത ദായകന്റെ സമ്മതം വേണം. വലൈസലിൽ വക്കീൽ തൗക്കീലും ബിലാ ഇദ്നിൻ മിനൽ മുഅക്കിലി. ഞാൻ ഹുദവി ഉസ്താദിന്റെ അടുത്ത് കൊടുത്തു, ഇതെന്താ, ഇതിന്റെ 16 റുപ്യ സക്കാത്താണ്, ഇത് അവകാശികൾക്ക് കൊടുക്കാൻ ഏൽപ്പിച്ചു. അതിന്റെ ഇടയിൽ മൂപ്പർക്ക് വീസ കിട്ടി. അത് അവകാശികൾക്ക് കൊടുക്കാൻ നേരല്ല. ഇതിന്റെ കേസ് ഉസ്താദ് ഏൽപ്പിച്ച മൂപ്പര 16 റുപ്യ സക്കാത്തിന്റെ കാശാണ്, ഇത് അവകാശികൾക്ക് കൊടുക്കാൻ ഞാൻ എന്നെ ഏൽപ്പിക്കാന്ന് പറഞ്ഞു. ഉസ്താദ് അത് വേറെ ആളെ ഏൽപ്പിക്കണമെങ്കിൽ എന്റെ സമ്മതം വേണം. ഉസ്താദ് എനിക്ക് പെട്ടെന്ന് പോകേണ്ടി വന്നിട്ടുണ്ട്, ഞാൻ ആ കാശ് അവകാശികൾക്ക് കൊടുത്തിട്ടില്ല, എന്തേയുണ്ട്, നിങ്ങൾ വേറെ ആളെ വക്കാലത്താക്കിക്കാളി എന്ന് പറഞ്ഞാൽ വക്കാലത്താക്കാം. ഈ കമ്മിറ്റിക്കാർ വേറാക്ക് കൊടുക്കാൻ വേണ്ടി ഏൽപ്പിക്കാവുന്ന സംവിധാനങ്ങൾ ഉണ്ടാവും. പക്ഷേ ആദ്യത്തെ ദായകന്റെ സമ്മതമില്ലാതെയാണ് എങ്കിൽ ആ വക്കാലത്ത് ശരിയല്ല. അതിനാൽ 4 നിബന്ധന ഒത്താലേ വക്കാലത്ത് ശരിയാവൂ. ആ നിബന്ധനകൾ ഒക്കാത്തേടത്തോളം കാലം ഇന്ന് കാണുന്ന സക്കാത്ത് കമ്മിറ്റിയിൽ കൊടുത്താൽ സക്കാത്തായി പരിഗണിക്കുകയില്ല. അപ്പോൾ പിന്നെ സംഘടിതമായി സക്കാത്ത് കൊടുക്കാൻ ഇസ്ലാമിക വീക്ഷണപ്രകാരം പറ്റില്ലേ? പറ്റും. അതെങ്ങനെ? അതും കൂടി പറഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. അൽഹംദുലില്ലാ 300ഓളം വീടുകളുള്ള വലിയൊരു മഹല്ലാണ് ഇത് എന്നറിയാൻ കഴിഞ്ഞു. നമ്മുടെ നാട്ടിലൊക്കെ അല്ലെ 300ഓളം വീടോ 1500ഓളം വീടുള്ള ആയിരക്കണക്കിന് ആളുകളുള്ള ബിസിനസ് മേഖലകളിലും മറ്റ് മേഖലകളിലും ഒക്കെ ഒരുപാട് ആളുകളുള്ള ഇത്ര വലിയൊരു പള്ളി. ഞാൻ വന്നപ്പോൾ ചോദിച്ചു, അറബി പണാണോ? അല്ല ഉസ്താദേ, ഒക്കെ നാട്ടിലുള്ള ആളുകളാ. അതിന് വേണ്ടി സഹായിച്ചവർക്ക് അർഹമായ പ്രതിഫലം അല്ലാഹു നൽകുമാറാകട്ടെ. മൻ ബനാ മസ്ജിദൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. ഭൂമിയിൽ എനിക്കും വേണ്ടി ഒരു പള്ളി ഉണ്ടാക്കിയ നിനക്ക് സ്വർഗത്തിൽ ഒരു മണിമന്ദിരം ഞാൻ ഉണ്ടാക്കി തരടാ എന്ന അള്ളാന്റെ വാഗ്ദാനം. ആ ഒരു മണിമന്ദിരം ഇതിനു വേണ്ടി ചെലവഴിച്ചവർക്ക് അല്ലാഹു തആല നൽകുമാറാകട്ടെ. ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഇതിന്റെ ഉത്തരവാദപ്പെട്ട ഭാരവാഹികൾ ഒരു ഉറുപ്പിക ശമ്പളം ലഭിക്കാതെ ഭൗതിക കാര്യലാഭങ്ങൾ മോഹിക്കാതെ പ്രവർത്തിക്കുന്നവരാ. അർഹമായ പ്രതിഫലം അവർക്ക് നൽകുമാറാകട്ടെ. ഈ 4 നിബന്ധന ഒത്തുകൊണ്ടാണ് എങ്കിൽ വക്കാലത്ത് പറ്റും. അതെങ്ങനെ? അതേപോലെ വേറെ നിയമം, കാബിലും മുക്ബിലും ഒരാളാകാൻ പാടില്ല. ദായകനും കൊടുക്കുന്ന ആളും വാങ്ങുന്ന ആളും ഒരാളാകരുത്. എന്റെ ഫിത്ർ സക്കാത്ത് ഞാൻ കമ്മിറ്റിന്റെ അടുത്ത് കൊടുത്തു. ഉദാഹരണം പറയാം, കൊടുക്കുന്ന ആള് വാങ്ങാനും അവകാശമായിരിക്കും. ഇപ്പോ ഒരു ചെറിയൊരു പെട്ടിക്കട നടത്തുന്ന ഒരാൾ, അയാളുടെ ആ പെട്ടിക്കടയിൽ ആകെ 40,000 റുപ്യന്റെ മുതലുണ്ടെങ്കിൽ അയാൾ ഒരു 5 ലക്ഷം റുപ്യ വാങ്ങിയിട്ട് കടം വാങ്ങിയിട്ട് തുടങ്ങിയൊരു കച്ചവടമാണ്. കൊല്ലം കഴിയുന്ന സമയത്ത് അതിൽ 50,000 റുപ്യന്റെ മുതലേ ഉള്ളൂ. ബാക്കി 4.5 ലക്ഷം നഷ്ട. അത് സക്കാത്ത് കൊടുക്കാൻ നിർബന്ധിതനാണ്. കാരണം കൊല്ലം തികയുന്ന അവസരത്തിൽ 595 ഗ്രാം വെള്ളിയുടെ മൂലധനം മൂപ്പരെടുത്തുണ്ട്. അതുകൊണ്ട് മൂപ്പർ സക്കാത്ത് കൊടുക്കാൻ നിർബന്ധിതനാ. അതോടൊപ്പം 5 ലക്ഷം കൊണ്ട് തുടങ്ങിയ കച്ചവടത്തിൽ ഇപ്പോൾ ബാക്കിയുള്ളത്, കച്ചവട ചരക്കിൽ ബാക്കിയുള്ളത് 50,000 റുപ്യന്റെ സാധന 4.5 ലക്ഷം നഷ്ടത്തിലാണ്. അയാൾ
കടക്കാരനാണെങ്കിൽ സക്കാത്ത് വാങ്ങാൻ അവകാശിയ. അതോടൊപ്പം ഈ 50,000 റുപ്യന്റെ 2% സക്കാത്ത് കൊടുക്കാൻ നിർബന്ധിതനാണ്. അദ്ദേഹം കമ്മിറ്റിന്റെ അടുത്ത് സക്കാത്ത് കൊടുത്തു നോക്കുക. എല്ലാ കാശും സ്വരൂപിച്ചുണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ ഫിത്ർ സക്കാത്ത് കമ്മിറ്റിന്റെ അടുത്ത് കൊടുത്തു നോക്കുക. ആ ഫിത്ർ സക്കാത്തിന്റെ അരി എല്ലായിടത്തും കൂടി സ്വരൂപിച്ചിട്ട് ഇയാൾ കൊടുത്ത അരിന്റെ കുറച്ച് ഭാഗം ഇയാൾക്ക് തന്നെ സക്കാത്ത് വാങ്ങാൻ അവകാശമാണല്ലോ. കിട്ടിയാൽ കൊടുത്തവനും വാങ്ങിയവനും ഒരാളായി. ഓൻ തന്നെ കൊടുത്തു, ഓൻ തന്നെ വാങ്ങി എന്നുള്ളതാണ്. അത് സക്കാത്തായി പരിഗണിക്കൂല. ഇതിന്റെ സക്കാത്താണോ മേശപ്പുറത്ത് വെച്ചു. ഞാൻ സക്കാത്ത് വാങ്ങാൻ അവകാശിയായിരുന്നു എന്നുള്ള ആൾക്ക് അത് ഞാൻ എടുക്കുക എന്നുള്ള ആൾക്ക് ഓൻ തന്നെ വാങ്ങുകയും ചെയ്തു. പറ്റുമോ? എന്റെ ഭാര്യന്റെയും മക്കളും പിതൃ സക്കാത്തുകാരനാണ്. മേശപ്പുറത്തേക്ക് 10 കിലോ അരി വെച്ചു. ഞാൻ പിതൃ സക്കാത്ത് വാങ്ങാൻ അവകാശിയാണല്ലോ, അതുകൊണ്ട് ഈ സക്കാത്ത് ഞാൻ തന്നെ ഇങ്ങോട്ട് എടുത്താണ് എന്റെ വീട്ടിൽ ഞാൻ ഭക്ഷണം ഉണ്ടാക്കട്ടെ എന്ന് വെക്കാൻ പറ്റുമോ? ഇല്ല. കാരണം കാബിലും മുക്കബിലും ഒരാളായി. നിങ്ങൾക്ക് മസലകൾ ഞാൻ അതിന്റെ തുടക്കത്തിൽ പറഞ്ഞത്, ആ നിസ്കരിക്കുന്ന ആളുടെ മടമ്പിന്റെ ഭാഗത്ത് കുറച്ച് വെള്ളം നനയാത്തതിന്റെ പേരിൽ മുത്തനബി ഗൗരവമായി പറഞ്ഞില്ലേ, അവിടെ കുറച്ച് സ്ഥലം വെള്ളം നനയാത്തോട് ഇപ്പൊ എന്ത് വരാനുള്ളതെന്ന് ചോദിക്കാൻ പറ്റുമോ? വെള്ളം നനഞ്ഞുകൊണ്ട് ഒതുണ്ടാക്കണം എന്നാ നിയമമെങ്കിൽ ആ നിയമം പാലിക്കന്നെ വേണം. ആ നിയമം പാലിക്കാൻ ഞാൻ അന്നപ്പോഴത്തൊക്കെ മടമ്പുകളൊക്കെ നരകത്തിലേക്കാണെന്ന് മുത്തനബി പറഞ്ഞില്ലേ. അതുകൊണ്ട് നിയമം പാലിച്ചുകൊണ്ടാകണം ഈ കാര്യങ്ങളൊക്കെയും നാം കൈകാര്യം ചെയ്യേണ്ടത്. ശറഇൽ പ്രത്യേകം നിയമങ്ങൾ പറയുന്നുണ്ട്, ഹദീസുകൾ അത് വ്യക്തമാക്കുന്നുണ്ട്. അതാണ് നുള്ളുനുറങ്ങ് വ്യത്യാസമില്ലാതെ ഫുഖഹാക്കൾ ചർച്ച ചെയ്ത് വ്യവസ്ഥാപിതമായി നമുക്ക് പറഞ്ഞു തന്നത്. അതാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? ഈ വക്കാലത്തിന്റെ 4 നിബന്ധനകളെയും പാലിച്ചുകൊണ്ട് ചെയ്യണം. എങ്ങനെ? ഉദാഹരണം പറഞ്ഞാൽ റോഡിന്റെ അപ്പുറത്തുള്ള വീട്ടുകാര് ഇപ്പുറത്തുള്ള വീട്ടുകാർ എന്നൊരു ഐറ്റം തിരിക്കും. അപ്പുറത്തുള്ള ആളുകൾ ഈ മഹലിലേക്കുള്ളവരുണ്ട്. അവരിൽ നിന്നും സക്കാത്ത് കൊടുക്കാൻ നിർബന്ധിതരായ മുതലാളിമാർ അവര് ഒരു ഉസ്താദിന്റെ അടുത്തോ അല്ലെങ്കിൽ നാട്ടിലൊരു പ്രമാണിന്റെ അടുത്തോ അവരുടെ സക്കാത്ത് കൊണ്ടുവന്ന് കൊടുക്കുക. ഫിത്ർ സക്കാത്താലും വേണ്ടിയില്ല, അല്ലാത്ത മുതലിന്റെ സക്കാത്താലും വേണ്ടിയില്ല. ഇന്ന ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഉടമയാണല്ലോ, എന്റെ കയ്യിൽ കൊല്ലം തികഞ്ഞ ഇത്രയും കാശുണ്ട്, അതിന്റെ 2.5% ഇതാ 2 ലക്ഷം ഉണ്ട്, ഞാൻ നിങ്ങളെ വക്കാലത്താക്കാണ്, ഇതിന്റെ അവകാശികൾക്ക് കൊടുക്കാൻ വേണ്ടി നിങ്ങളെ ഏൽപ്പിക്കുക. അയാൾ കൊണ്ടുവന്ന് ഏൽപ്പിച്ചു. വേറെ ആളും കൊണ്ടുവന്ന് ഏൽപ്പിച്ചു. ആ റോഡിന്റെ മറുപുറത്തുള്ള ആളുകളൊക്കെയും ഈ മൂല്യാരെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചു. മൊത്തത്തിൽ ഒരു 50 ലക്ഷം റുപ്യ സക്കാത്തിന്റെ പണമായി ലഭിച്ചു. അല്ലെങ്കിൽ ഫിത്ർ സക്കാത്തിന്റെ അരിയായി കൊണ്ടുവന്ന് ഇയാൾ ഏൽപ്പിച്ചു. ആ കാശ് റോഡിന്റെ ഈ ഭാഗത്തുള്ള പാവങ്ങളുടെ കണക്കെടുത്ത് അവർക്ക് അവരുടെ ദാരിദ്ര്യത്തിന്റെ തോതനുസരിച്ച് ഇത് വിതരണം ചെയ്യാം. ഇന്നാളിന്നാളും പരമദരിദ്രന അയാൾക്ക് 1 ലക്ഷം കൊടുക്കട്ടെ. ഇന്ന ആള് ടൈലറിങ് അറിയുന്ന ആളാ, ഒരു ടൈലർ മെഷീൻ വാങ്ങാൻ പറ്റുന്ന കാശ് അയാൾക്ക് കൊടുക്കട്ടെ. അയാൾക്ക് 15,000 ഉറുപ്പിക എടുത്തിട്ട് നമുക്ക് ടൈലറിങ് അറിയാലോ, ഒരു ടൈലർ മെഷീൻ വാങ്ങാം. അയാൾക്ക് കാശ് കൊടുത്തു. ടൈലർ മെഷീൻ അല്ല കൊടുക്കുന്നത്, കാശ് വാങ്ങി കൊടുത്തിട്ട് ടൈലർ മെഷീൻ വാങ്ങാൻ കൊടുത്തു. ഈ നിലക്ക് ഓരോരുത്തരുടെയും അവസ്ഥ മനസ്സിലാക്കി റോഡിന്റെ ഈ ഭാഗത്തുള്ളവർക്ക് കൊടുത്തു. ഇനി റോഡിന്റെ ഈ ഭാഗത്തുള്ള മുതലാളിമാരുണ്ടല്ലോ, ആ മുതലാളിമാരുടെ കാശ് ഇയാളോ അല്ലെങ്കിൽ വേറൊരാളെയോ വക്കാലത്താക്കുക. ഉസ്താദിനെ വക്കാലത്താക്കി, ഉസ്താദെ ഈ ഭാഗത്തുള്ള ആളുകളുടെ ഞങ്ങളുടെ സക്കാത്ത്, എന്റെ സക്കാത്താണിത്, മറ്റേ ആൾ കൊണ്ടുവന്നത് സക്കാത്താണ്, ഒക്കെ ലിസ്റ്റാക്കി എഴുതി തയ്യാറാക്കി വെച്ചു. മൊത്തത്തിൽ 75 ലക്ഷം ഉറുപ്പിക. റോഡിന്റെ അപ്പുറത്ത് ഒരുപാട് സാധുക്കളുടെ സക്കാത്ത് വാങ്ങാൻ മുസ്തഹിഖീങ്ങളായ ആളുകളുടെ നമ്മളെ മഹലിൽ തന്നെ അവരുടെ ലിസ്റ്റ് എടുത്തു. അവരുടെ ദാരിദ്ര്യാവസ്ഥ ഈ മഹലിലെ ഉത്തരവാദപ്പെട്ട ആളുകൾക്ക് പള്ളിയിലുള്ള ഉസ്താദിനേക്കാൾ കൂടുതൽ അറിയാം. അവരോട് ചോദിച്ചു, ഇന്നാളും മഹാദരിദ്രന, അസുഖങ്ങളും ബുദ്ധിമുട്ടുകളുമായി വളരെ പ്രയാസത്തിലാണ്, അവർക്ക് കുറച്ച് കൂടുതൽ കൊടുക്കണം ഉസ്താദെ. അവർക്ക് 1 ലക്ഷം ഉറുപ്പിക, മറ്റവർക്ക് 10,000 ഉറുപ്പിക, മറ്റവർക്ക് 25,000 ഉറുപ്പിക. കാരണം എന്താ? വക്കാലത്താക്കിയനല്ലോ അവകാശികൾ മുസ്തഹിഖീങ്ങളെ കണ്ട് കൊടുക്കാൻ. ആരെ? ഈ ഉസ്താദിന്, അല്ലെങ്കിൽ കമ്മിറ്റി പ്രസിഡന്റിന്, അല്ലെങ്കിൽ ഈ സെക്രട്ടറിയെ, അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആളെ. ആ ഒരു മുഅയ്യനായ വക്കീൽ ഞാൻ എന്റെ പണം അല്ലെങ്കിൽ സക്കാത്ത് നിങ്ങളെ വക്കാലത്താക്കി എന്ന് പറഞ്ഞ് വാചകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇയാൾ അത് അവകാശികൾക്ക് കൊടുക്കും എന്നൊരു ഉറപ്പ് ഈ കൊടുക്കുന്ന സക്കാത്ത് കൊടുക്കാൻ നിർബന്ധിതരായ ആളുകൾക്കുണ്ട്. ഈ പറഞ്ഞ 4 നിബന്ധനയെ ഒത്തുകൊണ്ട് ആ സക്കാത്തിന്റെ കാശൊക്കെയും വാങ്ങിയിട്ട് റോഡിന്റെ അപ്പുറത്തൊരുപാട് സാധുക്കളുണ്ട്, ആ സാധുക്കൾക്ക് ഈ സക്കാത്തിന്റെ കാശും വിതരണം ചെയ്തു.
ഇങ്ങനെ ആയാൽ ഇത് സംഘടിത സക്കാത്താണ്, അത് അനുവദനീയമാണ്, യാതൊരു കുഴപ്പവുമില്ല. ഈ രൂപത്തിൽ ഓരോ മഹല്ലിലും നാം ശ്രമം നടത്തിയാൽ അൽഹംദുലില്ലാഹ് ഉള്ളവരിൽ നിന്ന് ഇല്ലാത്തവരിലേക്ക് പണമൊഴുകുകയും സമ്പത്തൊഴുകുകയും പാവപ്പെട്ട ആളുകളുടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഇതുകൊണ്ട് സാധ്യമാവുകയും അങ്ങനെ ഒരു സന്തുലിതാവസ്ഥ വരികയും അവരുടെ ജീവിതത്തിന്റെ ഒരു വഴി കണ്ടെത്താൻ ഇത് മുഖേന സാധിക്കുകയും ചെയ്യും. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് അവസാനിപ്പിക്കുകയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ചോദ്യം. സക്കാത്തിന്റെ കച്ചവടത്തിന്റെ സക്കാത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. കച്ചവടത്തിന്റെ സക്കാത്ത് എന്ന് പറഞ്ഞാൽ ഏത് സാധനം കച്ചവടം ചെയ്യുകയാണെങ്കിലും അതിന് സക്കാത്തുണ്ട്. വണ്ടി കച്ചവടം, റിയൽ എസ്റ്റേറ്റ്, ഭൂമി കച്ചവടം, അതിൽ സക്കാത്തുണ്ടോ? ഉണ്ട്. മുഹറം 1 ഒരാൾ 10 ലക്ഷത്തിനൊരു ഭൂമി വാങ്ങി. എന്തിന്? വീടുണ്ടാക്കി താമസിക്കാനല്ല. അത് അതിനേക്കാൾ ലാഭം കിട്ടിയാൽ വിൽപ്പന നടത്തണം എന്ന ഉദ്ദേശത്തോടെയാണ്. എന്നാൽ അത് വിൽപ്പന ചരക്ക. 10 ലക്ഷത്തിന് മുഹറം 1 ഒരാൾ ഒരു ഭൂമി വാങ്ങി, വിൽപ്പന ചരക്കായി വാങ്ങി. 6 മാസം കഴിഞ്ഞപ്പോൾ അത് വിറ്റു. വിറ്റത് 15 ലക്ഷത്തിനാണ്. ഇനി ആ 15 ലക്ഷം അയാൾ കീസയിലുണ്ട്. അങ്ങനെ നല്ലൊരു ഭൂമി കിട്ടിയാൽ വാങ്ങിയാൽ തർക്കടില്ല എന്ന ആൾക്ക് നിൽക്കുകയാണ്. അപ്പുറത്ത് മൂപ്പര് 20 ലക്ഷത്തിന്റെ വേറെ 5 ലക്ഷം കൂടി കയ്യിലുണ്ടായിരുന്നു. 20 ലക്ഷത്തിന്റെ ഒരു ഭൂമി അദ്ദേഹം വാങ്ങി. അതിന് വിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇങ്ങനെ തേടി തെരഞ്ഞു നടക്കുന്നതിന്റെ ഇടയിൽ അടുത്ത മുഹറം 1 ഇയാൾ ആദ്യം ഭൂമി കച്ചവടം തുടങ്ങിയത് മുഹറം 1. അടുത്ത വർഷത്തെ മുഹറം 1 കൊല്ലം തേഞ്ഞു. ഇപ്പൊ അടുത്ത് ഈ കച്ചവടച്ചരക്ക് ഇനത്തിൽ എത്ര ഉണ്ട്? 20 ലക്ഷത്തിന്റെ ഭൂമിയുണ്ട്. 20 ലക്ഷത്തിന്റെ 2.5% സക്കാത്ത് കൊടുക്കൽ നിർബന്ധം. 20 ലക്ഷത്തിന്റെ 2.5% സക്കാത്ത് കൊടുക്കൽ നിർബന്ധം. പിന്നുള്ളത് 15 ലക്ഷത്തിന് സാധനം വിറ്റു. പിന്നെ 15 ലക്ഷം കീസയിലിട്ടിങ്ങ് നടക്കുക. പറ്റി നല്ലൊരു ഭൂമി കിട്ടിയില്ല. എന്നാലോ ഇത് കച്ചവടച്ചരക്കുമായിട്ട് ബന്ധപ്പെട്ട കാശ. കച്ചവടച്ചരക്കിന്റെ സക്കാത്തിന് കൊടുക്കേണ്ടത്. കച്ചവടത്തിൽ നിന്ന് കിട്ടുന്ന ലാഭം കച്ചവടത്തിൽ ചേർത്തുകൊണ്ടാണ് അതിനെ കണക്ക് കൂട്ടേണ്ടത് എന്ന്. ചെലവാക്കപ്പെടാതെ കച്ചവടത്തിന് വേണ്ടി മാറ്റിവെക്കുകയാണെങ്കിൽ, ഒരു ടെക്സ്റ്റൈൽസ് തുടങ്ങി. ആ ടെക്സ്റ്റൈൽസിൽ നിന്ന് കിട്ടുന്ന വരുമാനം അതിൽ തന്നെ മിക്സാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ കച്ചവട ചരക്കായിട്ടാണ് അതിനെ കണക്ക് കൂട്ടേണ്ടത്. കച്ചവടം തുടങ്ങി കൊല്ലം തികയുന്ന അവസരത്തിൽ അതും കൂടി ഉൾപ്പെടുത്തിയിട്ട് സക്കാത്ത് കൊടുക്കാൻ നിർബന്ധമാണ്. വണ്ടിക്കച്ചവടം അങ്ങനെ തന്നെയാണ്. വണ്ടിക്കച്ചവടം അങ്ങനെ തന്നെ. ഓനെ മുറ്റത്തിൽ 4-5 വണ്ടിയുണ്ട്. ഇതെന്താ? കച്ചവട വണ്ടികളാ. അതിന് വിലക്കട്ടിയിട്ട് സക്കാത്ത് കൊടുക്കാൻ നിർബന്ധം. അതിന്റെ ഇടയിൽ വാപ്പ മരിച്ച് ഒരുപാട് സ്ഥലം അവന് അനന്തരം കിട്ടി. അതിന് സക്കാത്ത് കൊടുക്കണോ? വേണ്ട. കാരണം എന്താ? അത് സക്കാത്തിന്റെ കച്ചവട ചരക്കല്ല, അനന്തര മുതലാണ്. ഇതാണ് കച്ചവട ചരക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. സംശയങ്ങൾ എന്തുണ്ടെങ്കിലും ചോദിച്ച് നിവാരണം കണ്ടെത്തി ഉറപ്പുവരുത്തണം. ഹുദവി ഉസ്താദ് ഇവിടെയുണ്ട്, ഉസ്താദിനോട് ചോദിക്കണം. ഉറപ്പുള്ള വിഷയങ്ങൾ ഉസ്താദ് പറയും, അല്ലെങ്കിൽ കിതാബ് നോക്കി ഉറപ്പാക്കിയിട്ട് പറയും. ഏതായാലും ശറഇന്റെ നിയമങ്ങൾ പൂർണ്ണമായി പാലിച്ചു നീങ്ങാൻ നമുക്കാകണം. നാദം തൗഫീക്ക് നൽകുമാറാകട്ടെ. സമയം ദീർഘിച്ചതുകൊണ്ട് കൂടുതൽ നീട്ടുന്നില്ല. അൽഹംദുലില്ലാഹ് സക്കാത്ത് സംബന്ധമായി അത്യാവശ്യം മനസ്സിലാക്കേണ്ട ചില വശങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചത്. നേരിന്റെ വഴിയിലൂടെ ജീവിച്ചു മരിക്കുന്ന സ്വാലിഹീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ.